ഞങ്ങളുടെ ഇവിടെ നിധിക്ക് മലയാളം അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് നിധിയെ കൊണ്ടൊരു ഇൻട്രോ പറയിപ്പിക്കാം നമ്മുടെ യൂട്യൂബ് ചാനല്. I'm Minnie. I'm from the US. I live in Texas. I'm 17. Right now we're having a Onam celebration, so join us. Yeah. ഹലോ ഗായ്സ്, നല്ല വെയിൽ. ഞാൻ അങ്ങോട്ട് അപ്പുറത്തോട്ട് പോവുകയാണ്. പോയിട്ടൊക്കെ വന്നിട്ട് അവിടെ ചെന്നിട്ടൊക്കെ കാണാം കേട്ടോ. ഇവനെ കൂട്ടിക്കേറ്റട്ടെ, ഇവനല്ലെങ്കിൽ മാമനെ വാ കയറ്. അവൻ കയറത്തില്ലെന്നതോ ഓടി. അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. പുറത്തോട്ട് പോയിട്ട് വരാം. ഇവിടെ എന്ത് പരിപാടി വല്ലതും ഉണ്ടോ? പിന്നെ പായസം വെച്ച സുരേഷ് ഇലയൊക്കെ അതെന്തോ ആ പായസം അല്ലേ? ആ ഇവിടെ എല്ലാരും ഡ്യൂട്ടിയിലാണ്. പിന്നെ താണ്ട കൊഞ്ചി ഫ്രൈയും പിന്നെ താണ്ട മീൻ ഫ്രൈയും ഒക്കെ. ഫുഡൊക്കെ നമ്മൾ കാറ്ററിങ് പറഞ്ഞത് ഇവിടെ ചെയ്യുന്നില്ലേ. അണ്ട് ഇത് മുക്കൂട്ടറല്ല, ഞങ്ങളുടെ മൂത്ത ചേട്ടത്തി. മൂത്തയാണോ? അല്ല, മുക്കൂട്ടറല്ല മൂത്ത. ഇവിടുത്തെ അല്ല, ഇവിടുത്തെ പൊടിച്ചവയല്ലേ. പൊടിച്ചവ കേക്കണ്ട. ഒരു ഹായ് പറഞ്ഞ. ആ ഇതാ ഞങ്ങളുടെ അമേരിക്കയിലുള്ള ചിറ്റപ്പന്റെ ഏറ്റവും ഇളയ ചിറ്റപ്പന്റെ മോള്. വർഷങ്ങളായിട്ട് അമേരിക്കയിലെ. എത്ര വർഷമായി? 23 years. Yes, yeah. അപ്പം ഇവര് കേരളത്തിലോട്ട് ഇപ്പൊ വന്നത് After 9 years. അതെ, ഇവര് ടർക്കിഷിലൊക്കെ പോയി കറങ്ങിയിട്ട് ഒരാഴ്ച കേരളത്തിലും വന്നിട്ട് ഇനി എങ്ങോട്ടാ പോകുന്നത്? ഹൈദരാബാദിലോട്ട്. അപ്പൊ ഇവളും രാജിയും മോളും ഉണ്ട്. മോളൊക്കെ ബെടെ ഇംഗ്ലീഷ് നമുക്കൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. മോളെ ഒരു ഹായ് പറഞ്ഞേടാ. കൃഷ്ണ അമ്മച്ചി എന്തിയേ? കൊച്ച് വേണ്ട. ഇത് നമ്മുടെ ഒരു ചിറ്റപ്പൻ്റെ വൈഫാണ് കേട്ടാ. ഇവിടെ എത്ര പേരാ? 4 പേര്. 4മത്തേനകത്ത് ഏറ്റവും ഇളയതാണോ? ഓ, ഏറ്റവും ഇളയതാണോ നിങ്ങള്? ഏറ്റവും ഇളയ ചിറ്റപ്പൻ്റെ കൊണ്ടാട്ടി അല്ലേ? നീ ഇവരും കൂടെ ഉള്ളു. ആ ശരിയാ, തെറ്റ് പറഞ്ഞു തരുന്ന ഇവര് തെറ്റ് പറഞ്ഞു കേട്ടാ. ആ ശരി, അതാ ഞാൻ ആലോചിക്കുന്നേ. ആ 2മത്തെ ചിറ്റപ്പന്റെ വൈഫ്. ചിറ്റപ്പൻ മാത്രമേ ഉള്ളൂ. അതാ ആളെയല്ലേ യൂട്യൂബിൽ ഇടാനാ. കുഞ്ഞമ്മയൊക്കെ ഒന്ന് വൈറലാക്കട്ടെ. അതെ അതെ, നമ്മുടെ ആര്? ആ കുട്ടപ്പൻ ചിറ്റപ്പൻ. ശിവരാമുള്ള കുട്ടപ്പൻ. പിന്നെ ശിവരാമുള്ള ശിവരാമൻ. അത് ഞങ്ങളുടെ, അത് എന്റെ അമ്മായിയപ്പൻ കേട്ടോ. അല്ല, ആ രാമകൃഷ്ണൻ, പിന്നെ കുട്ടപ്പൻ, രായപ്പൻ. ആ ഇവര് 4 പേരാട്ടോ. അവര് 4 ആണുങ്ങള്. ഇവിടെ എന്നെ കൊണ്ടുവന്നെടുത്ത് 5 ആണുങ്ങള്. അവിടെ 5 ആണില്ലേ? കുഞ്ഞമ്മയ്ക്കും 5 ആണ്. അവിടെ പെണ്ണായിട്ട് രാജി മാത്രമേ ഉള്ളു. ശരിയാ, പെണ്ണായിട്ട്. ആ ഒരു സഹോദരിയാ ഇവിടുത്തെ കേട്ടാ. 13 പേരില് ഒരേ ഒരു ഹിറ്റർമാരല്ലേ ഉള്ളു. ഇതൊക്കെ നമ്മുടെ ഒരു അനിയന്റെ മക്കളാണ്. ഇവള് ആണോ? ഞാൻ കൂടി ചെല്ലട്ടെ. എന്തു വേറെ കുറ്റം ഇവിടെ. ഒത്തിരി മുളക് പൊടി വാരി ഇട്ടിട്ട് തന്നെ ഒക്കെ പറയും. പിന്നാരാ? സുഭാഷണനാ. കൊഞ്ച് ഫ്രൈ തന്നെയല്ലേ നമ്മുടെ വിശേഷം അല്ലേ? അതൊരു അനിയത്തിയാട്ടോ. ഇവള് എല്ലാം വേവുമ്പോഴേ എപ്പോഴും വരുത്തോള്. എന്താ എന്നാ വെച്ച് മുടി കളിച്ചെന്ന് കേട്ടാ. പാത്രമല്ല ഇവളെ കൊണ്ട് കഴിക്കാം. ഏയ് എന്തിവിടെ ഇരിക്കുന്നേ? അകത്തോട്ടിരി. ഇപ്പഴേ ഇല ഇടത്തില്ല. വാ 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 അകത്തോട്ട് വാ. എന്തുവാ ഇത്? ഫാഷൻ കയറിയ ഇങ്ങനെയുണ്ടോ മനുഷ്യനോ? മിക്ക പിള്ളേരും ഇല്ല ഇല്ലേ? അതാ മിക്ക പിള്ളേരും ഇല്ലെന്ന് ഇവിടെ.
ഇവിളുമാരെല്ലാം താണ്ട ഓണം നേരത്തെ വരാം പാവാട ഉടുപ്പൊക്കെ ഇട്ട്. ഇവിളുമാർ എന്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. ഞാനും അതാ വീട്ടിൽ ഇടുന്ന ഡ്രസ് വിട്ടതാ. ഇത് ഇനി എനിക്ക് വയ്യാടി. പോയി സാരി എടുത്തിട്ട് അല്ല ഫോട്ടോ കൊണ്ടുപോകാൻ അവർക്ക് കൊണ്ടുപോകണല്ല അവിടെ ഉള്ളവർ കാര്യങ്ങൾ. അപ്പൊ കുഞ്ഞു ചുരിദാർ ഇട്ടിരുന്ന ആരും കാണിച്ചു ഗൈസ്. അപ്പം ഞാൻ വന്നതാണ്ട സാരിയൊക്കെ കൊടുത്ത് പിള്ളേർ സമ്മതിക്കുന്നില്ല. അവിടെ ഒരു ഓണ സെലിബ്രേഷൻ പോലെ അല്ലേ, അപ്പോൾ പോയി സാരി കൊടുത്തോണ്ട് പോകും ഞാൻ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്ട സാരിയൊക്കെ കൊടുത്ത്. പിന്നെ അതാണ്ട് അമ്മയും അച്ഛനെയും വിളിച്ചോണ്ട് പോകാം. അമ്മയും അച്ഛനും ഒക്കെ സെറ്റ് മുണ്ടാക്കി കൊടുത്ത് റെഡി ആവുന്നു. അതാണ്ട് അമ്മ സെറ്റ് മുണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സാരിയൊക്കെ കൊടുത്ത് ബ്ലാക്ക് ഒറ്റയ്ക്കുള്ള ഓടി വരികയാവാൻ പുറവെ. അമ്മച്ചി അപ്പുറത്തും ഉണ്ട്, ഇവിടെ നിൽക്കണേ, എങ്ങോട്ടും പോവല്ലേ കേട്ടാ. ഇവിടാണ് നമ്മളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ. ചേട്ടൻ്റെ വീടാട്ടോ ഇത്. ചേട്ടൻ്റെ വീട് ഇവിടാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. എല്ലാരും ഒരു കേട്ടാ. ഞാൻ പറഞ്ഞല്ല തോപ്പിക്കത്. ഇതവിടെ ഉടുത്ത ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഉടുത്തിട്ട് ഇതെന്താ വാടിയ പോ അവിടെ ഇരുന്നതാ. പൊടിച്ചമ്മ സാധാരണ രാവിലെ വരുന്നതാന്നല്ലേ. അതെ, പൊടിച്ചമ്മ ഓണത്തിന് ഒരുങ്ങിയൊക്കെ വന്നു. ഞാൻ ചുരിദാറിട്ടോന്ന് പറഞ്ഞ എന്നെ പോയി സാരി ഉടുപ്പിച്ചത്. ഇതെല്ലാം പൊടിച്ചമ്മള ഞങ്ങളെ ഏറ്റവും മൂത്ത ചേട്ടത്തിയായത് കേട്ടോ. കണ്ട ഇവരെപ്പോഴും 16 എങ്കിലും ഏറ്റവും മൂത്തതാ. അയ്യോ ഒരു കുഴപ്പമില്ല. സാരിയുടെ ഇവിടെ പപ്പട രാവിലെ തൊട്ട് അടുക്കള കയറിയത് ഈ ചേച്ചി കേട്ടോ. അതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളല്ല ഏറ്റവും മൂത്ത ചേട്ടൻ സുബ. അതാ ഇത് നമ്മളെ മുക്കുട്ടറല്ല ഇളയ കുഞ്ഞമ്മയുടെ ഇളയ സന്തതി. അല്ല ഇളയ കുഞ്ഞമ്മയല്ല, രണ്ടാമത്തെ കുഞ്ഞമ്മ. ഇവര് അനിയനും ചേട്ടനും. മൂത്ത ചേട്ടൻ ഏറ്റവും ഇളയ ചേട്ടൻ ഞങ്ങളുടെ. പിന്നെ ഇവര് 5 പേരാട്ടോ. പഞ്ചപാണ്ഡവർ അവിടെയും ഇവിടെയും. ഇതെല്ലാം അവരുടെ. ഇത് അണ്ണന്റെ വൈഫ്, ഈ അണ്ണന്റെ അത് ചേട്ടത്തി. ഇതെല്ലാം ചേട്ടത്തിമാര്. അത്രേ ഉള്ളൂ. ഇത് 3 അച്ഛന്മാരുടെ മക്കളാ ഇതല്ലേ അല്ലേ, അനിയൻ ചേട്ടന്മാര്. സുബിയുടെ നിർബന്ധത്തിലാണ് ഞാൻ പോയി ഒരുങ്ങിയത് കേട്ടോ. ഇപ്പൊ അവള് പറയാം ഞാൻ ഒരുങ്ങണ്ടായിരുന്നെന്ന്. കൂടുതലായിരുന്നു. അവിടെ ബിനു ചേച്ചി വന്ന്, സുബിയുടെ അമ്മ വന്ന്. അപ്പം ഇത് നമ്മുടെ മുക്കൂട്ടറയിലുള്ള ഒരു ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ചേച്ചിയുടെ ഒരേ ഒരു ചേട്ടത്തി, പുത്തൂരുകാരി കേട്ടോ. പുത്തൂരുകാരി മോചേട്ടൻ എന്ത് ആന്നാ കൊച്ചെ. ഇത് യൂട്യൂബ് ഇടാനാ. അതെ വരും. അതാ താണ്ട മരുമോള്, ചേച്ചിയുടെ മരുമോളല്ല കേട്ടാ, മോള്. ഇവളെ ഒരു മൂട് നാത്തൂനെന്ന്. ഓ ഇത് നിധിയാണോ? അതാ എല്ലാ നിധിമാരാ ഇവിടെ. നീ ഇതില് വലിയ ഭാഗ്യം എന്താ വേണോടെ? എത്ര നിധിയാ നമുക്ക്. ഈ ചേച്ചി സാരിയൊക്കെ കൊടുത്ത്. ചോറ് എന്നാ സമയം 1 മണിക്കാരൊക്കെ നിക്കുന്നു ഇവിടെ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന? ഇല്ല അകത്താ. അതെ ഇല്ല ഈ ചേച്ചി പോയി പട്ടുസാരിയൊക്കെ എടുത്തു. ഈ ചേച്ചിക്ക് നൈറ്റ് ഇട്ടാ മതി. അത് പിന്നെ ഞങ്ങള് നിർബന്ധിച്ച് ഇവളുമാര്. ഇത്രയും പേരുടെ ഒരേ ഒരു പെങ്ങളല്ലേ. അതെ
ആ അത് തന്നെ, അത് മതി. പക്ഷെ അത് പറ്റത്തില്ല. ഇവനെ നടുക്ക് നിർത്ത്. നടുക്ക്. അല്ല ഇത് വേറെ. അങ്ങോട്ടില്ല, സുരേഷാണ് അങ്ങോട്ട്. ബാക്ക്ഗ്രൗണ്ട് മാറി എല്ലാരും സിറ്റ് സിറ്റ്. ഇവിടെ അവര് പെങ്ങളും ആങ്ങളമാരും കൂടെ ചേർന്ന് ഇനി ഇതിനകത്ത് ആരെ കുറവ്? രണ്ടുപേരില്ലേ ഇതിനകത്ത്? സുനിയപ്പനും രമേശനും ഇല്ലേ? ഇത്രയല്ലേ ഉള്ളു. ഇതിനകത്ത് ഇനി രണ്ടുപേരുടെ ഒരു കുറവുണ്ട്. പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു, അവര് മരിച്ചുപോയി. രണ്ടുപേരുണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ആ ഒരു നാത്തൂൻ്റെ മോളും പിന്നെ ഇതെല്ലാം ചേട്ടത്തി അനിയത്തിമാരൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ തല നേരെയാണോ പെടലി നേരെയാണോ എന്നൊക്കെ. എല്ലാവർക്കും ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സംശയം. എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ വേറെ വേറെ മുഖങ്ങളായിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുക ഞങ്ങളുടെയൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പരിചയപ്പെടുത്തടാ എല്ലാവരെയും എന്നൊക്കെ. Smile. ഓരോ സെക്ഷനായിട്ട് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കുന്നത്. എല്ലാരും ഹായ് പറവുള്ളവരെ അനങ്ങാതെ ഇരിക്കുന്നല്ലാതെ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. കർക്കിടക മാസത്തിലെ ഹാപ്പി അഡ്വാൻസ് പറഞ്ഞില്ലേ? അഡ്വാൻസ് പറഞ്ഞു. ഫസ്റ്റ് ഓണ ഗിഫ്റ്റ്. അതെ, ഞാൻ പിന്നെ ഇരിക്കാം. രാജിയൊക്കെ നമുക്ക് എല്ലാവരും ഇരിക്കാം. റെഡിയായിട്ടുണ്ട്. ചോറ് അങ്ങോട്ട് എടുക്കാൻ പറ്റും. അല്ല എനിക്ക് വീഡിയോ എടുക്കണ്ടേ? വരാൻ പറഞ്ഞു. അങ്ങോട്ട് പോട്ടാണ്. ഇവിടെ ഭയങ്കര സ്ഥലക്കുറവ്. ഞാൻ എടുക്കുന്നില്ല. അഞ്ചാറ് കൊഞ്ചു നമ്മളുടെ പൊടിച്ചേമേ തുടങ്ങ് പെട്ടെന്നാവട്ടെ. പല്ലൊക്കെ വെച്ചല്ലേ? ഇല്ല ഇല്ല, സുബിയുടെ പാല് വെച്ചിട്ട് പല്ലില്ലേ? ചിരിയൊക്കെ ഉണ്ട്. ചേച്ചി ഒന്ന് ചിരിക്കണ വീഡിയോയിലൊക്കെ. പഴം കൊടുത്തോ? പഴം പക്ഷെ അവര് പറഞ്ഞു പോണ്ട. വരി വരിയായിട്ട് വെള്ളമാകാം. ചുമ്മാതെ అయితే നിധി അതൊക്കെ പിടിച്ച് ആദ്യമേ പിടിച്ച് കൂട്ടുകാരുടെ ടീമൊക്കെ പോവാണ്. എല്ലാരും പോവാൻ റെഡിയാവുന്നു. നമ്മളെ ഒരു ചേട്ടൻ, മൂത്ത ചേട്ടൻ യൂട്യൂബ്
സുനിയപ്പനൊന്നും ഇല്ല. സുനിയപ്പൻ കാണൂ തന്നെ. ആണോ? നോക്കാം. അപ്പൊ ഓക്കെ, ബൈ ബൈ. അതാ അവർക്കങ്ങ് വെപ്രാളം ഇല്ല. അപ്പൊ മുക്കുട്ടിയറക്കാരെല്ലാം പോവാട്ടാ. ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചിട്ട് എല്ലാരും വേണ്ട കട്ട്ലറ്റ് മേടിച്ച് കഴിക്കണം. ഇതാരാ? രാഹുലിന്റെ ആണോ സ്പോൺസർ? ഹരീഷാന്നാ? ശിബുമോൻ കരിക്കോട്. ടാറ്റാ ടാറ്റാ. പോയിട്ട് വരട്ടെ. എന്നെ വിളിക്കാതെ ബീച്ചിൽ പോയില്ലേ എല്ലാരും കൂടെ? ഞാൻ ഉറക്കമായിരുന്നു. എനിക്ക് എന്തോ ഒന്ന് തന്നത് മാത്രം. ആണോ? ഞാൻ ഉറങ്ങിപ്പോയി മോളെ. അടുക്കള ഫോൺ കുത്തിയിട്ട് ചാർജ് ഇല്ലായിരുന്നു. ശരി. ഉച്ചക്ക് നിങ്ങൾ പോന്നു കേട്ടോ. അപ്പൊ നിങ്ങള് ഹാപ്പി ജേണി നാളെ. എന്തിയേ രാജി? എന്തിയേ? അപ്പം ദാണ്ട ഇവര് നാളെ ആന്ധ്രയിലോട്ട് പോവാണ്. ഇവര് ചിരിക്കുന്നു ഗൈസ്. അപ്പൊ അവിടുന്ന് ഇവര് USA-ലോട്ട് പോന്ന്. അതെന്നാ പോന്നേ? 30th. ആ 31. ഇവര് തന്നെ മേക്കുള്ള US. Hi guys, so I hope you guys enjoyed the whole video. We celebrated our Onam early and we all came together as a family and it was really fun. And then after we decided to go to the beach and we ate food. We had KFC, we played with the pony, we bought stuff. And then we came back and we spent some time together before me and my mom leave back to the US. We're about to catch a train tomorrow morning and we're gonna stay in Hyderabad for about like a week and then we're gonna go back to the US. So I hope you guys enjoyed the video. Please like, subscribe and comment and watch more videos. Bye. അപ്പൊ ബൈ. Bye. ഇവിടെ ഉറക്കം.